നമസ്കാരം. ഏത് സമയവും സിദ്ധരാമയ്യ അറസ്റ്റിലാകാനുള്ള സാഹചര്യമാണ് കർണാടകയിൽ നിലവിൽ നിൽക്കുന്നത്. കൂടാതെ കർണാടകയ്ക്ക് കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി, അതായത് സിദ്ധരാമയ്യ അറസ്റ്റിലാകുമ്പോൾ പുതിയൊരു മുഖ്യമന്ത്രി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ആലോചനകളടക്കം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. കൂടാതെ DK ശിവകുമാറിന് മുഖ്യമന്ത്രി കസേര വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിവകുമാറിന്റെ വിഭാഗവും രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ താമര കർണാടകയിൽ എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഒരു നീക്കം അമിത്ഷായും കൂടാതെ RSSലെ മുതിർന്ന നേതാക്കളും നടത്തുകയാണ് കർണാടകയിൽ. RSSലെ നേതാക്കളടക്കം കർണാടകയിൽ ഓപ്പറേഷൻ താമരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൽ RSSും അമിത്ഷായും JP നഡ്ഡയുമാണ് മുഖ്യ പങ്ക് വഹിക്കുന്നത്. അധികാരം തിരിച്ചുപിടിക്കാൻ BJP നടത്തുന്ന ഒരു വൻ കരുനീക്കങ്ങൾ BJP അവിടെ നടത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാവിനെ BJP പാളയത്തിലെത്തിക്കാൻ തിരക്കിട്ട നീക്കങ്ങളും ചർച്ചകളുമാണ് കർണാടകയിൽ ഇപ്പോൾ നടക്കുന്നത്. കർണാടകയിലൂടെ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കയറിയ BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിൽ പരാജയം രുചിച്ചെങ്കിലും ഏത് മാർഗം പ്രയോഗിച്ചും കർണാടക തിരിച്ചുപിടിക്കാനുള്ള കരുക്കലാണ് BJP പല പ്രാവശ്യങ്ങളായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും BJP കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസ് നേതാക്കളെയും ക്രൈസ്തവ നേതാക്കളെയുമാണ്. കർണാടക കോൺഗ്രസിലെ ശക്തമായ ഗ്രൂപ്പിസവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കടുത്ത ഭരണവിരുദ്ധ വികാരവും BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ഇതിനിടെ BJP പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗളൂരിലെ മലയാളിയായ ഉന്നത കോൺഗ്രസ് നേതാവിനെയാണ് ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത്. ഭാരത കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരായി വലിയ ബന്ധം തന്നെ പുലർത്തുകയും വത്തിക്കാനുമായി മികച്ച ബന്ധം നിലനിർത്തുന്ന ഗ്ലോബൽ കത്തോലിക് കൗൺസിലിന്റെ ഏഷ്യയുടെ ഉന്നത പദവിയിലിരിക്കുന്ന മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനെ കൂടിയാണ്, അതായത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയായ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. BJP പാളയത്തിൽ എത്തിക്കുക വഴി ബാംഗ്ലൂർ നഗരത്തിലെ നിയമസഭാ സീറ്റുകൾ ഗണ്യമായി നേട്ടമുണ്ടാകുകയും ഗണ്യമായൊരു ഗണ്യമായി കൂട്ടാനാണ് BJP ഇതിലൂടെ സാധിക്കുന്നത്. NSU, യൂത്ത് കോൺഗ്രസ് എന്നീ സംഘടനകളിലൂടെ മികച്ച പദവികൾ വഹിച്ച കർണാടക കോൺഗ്രസിലെ മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ കൂടിയാണ് ഈ നേതാവ്. BJPയിൽ എത്തിച്ചാൽ അത് മികച്ച നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വം വിശ്വസിക്കുന്നത്. കൂടാതെ കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള ഈ കോൺഗ്രസ് നേതാവിന്റെ ബന്ധം കേരളത്തിൽ 10ഓളം സീറ്റുകൾ ലക്ഷ്യം വയ്ക്കുന്ന കേരളത്തിലെ BJPക്ക് ഒരു വലിയൊരു ഗുണമുണ്ടാകുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP കർണാടകയിൽ ഏറ്റവും വലിയൊരു തിമിംഗലത്തെ തന്നെ BJP ലക്ഷ്യമിടുന്നത്. അത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുവഴി കർണാടകയിൽ കോൺഗ്രസിന്റെ ഒരു അസ്ഥിരത്വം ഉണ്ടാക്കി കോൺഗ്രസിനെ അവിടെ തകർത്ത് തമ്മിത്തല്ലിച്ച് BJPക്ക് അവിടെ ഒരു ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം, അതുവഴി നേരെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായും JP നഡ്ഡയും RSSലെ മുതിർന്ന നേതാക്കളും അടക്കം അവിടെ കോൺഗ്രസിലെ നേതാക്കളുമായി അനൗദ്യോഗികമായ ഒരു ചർച്ച തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കർണാടക രാഷ്ട്രീയം തകിടം മറിയാൻ പോവുകയാണ്. കാരണം അവിടെ ഓപ്പറേഷൻ താമര നടത്തുന്നതോട് കൂടി ഓപ്പറേഷൻ താമര BJP അവിടെ ആവിഷ്കരിക്കാൻ പോവുകയാണ്. എന്തായാലും അവിടെ സിദ്ധരാമയ്യ സർക്കാരിന് ഇനി അധികകാലം ഇരിക്കാനും പറ്റില്ല. കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ കർണാടകയിൽ വലിയ തോതിലൊരു അഴിമതി കാണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഗവർണർ അടക്കം തന്നെ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നീക്കം അവിടെ നടത്തുന്നുണ്ട്. കൂടാതെ സിദ്ധരാമയ്യ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കാം എന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓപ്പറേഷൻ താമരയ്ക്ക് അവിടെ ഏറ്റവും എളുപ്പമായ ഒരു വഴി തന്നെ കിട്ടും. അമിത്ഷായ്ക്കും JP നഡ്ഡയ്ക്കും ഒക്കെ അവിടെ കർണാടകയിൽ ഓപ്പറേഷൻ താമര നടത്താൻ അവർക്ക് വലിയൊരു പ്രയാസം ഉണ്ടാകില്ല എന്നത് തന്നെ ഉറപ്പാണ്.